ഈ ആട്ടുകാൽക്കിഴങ്ങ് കൊണ്ടുള്ള സൂപ്പ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. പ്രതിരോധശേഷി കൂട്ടുമെന്നോ പിന്നെ കാൽവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള ജോയിൻറ്റ് പെയിൻ കാര്യങ്ങളൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളിത് മേളിൽ നിന്ന് കുറച്ച് പറിച്ചുകൊണ്ട് വന്നായിരുന്നു കൊയിനിപ്പാറയ്ക്ക് പോയപ്പം. പിന്നെ മറ്റമ്മച്ചിയുടെ ഇവിടെ സൈഡിലും ഉണ്ട് കേട്ടോ, ഫ്രണ്ട് മുറ്റത്ത് തന്നെ ഉണ്ട്. പിന്നെ അത് കഴുകിയെടുത്ത് ഇവിടെ ഓസിക്കട കേട്ടോ വെള്ളം തന്നെ നല്ല മേളിൽ ഒരു ചെറിയൊരു കുളമുണ്ട്, അവിടെ നിന്ന് വെള്ളം കുത്തിവിട്ടാട്ടോ എടുക്കണേ. പിന്നെ മുറ്റത്ത് തന്നെ മറ്റേ ഇഞ്ചി ഉണ്ടായിരുന്നു, അതേട്ടി പറിക്കാൻ പോയിക്കണേ. ഇവിടെ തോട്ടാപ്പുഴു ഭയങ്കര വാട്ടോ, എല്ലാം സഹിക്കാം. തോട്ടാപ്പുഴുവിന് ഒരു രക്ഷയില്ലാത്ത ഇങ്ങനെ മുളയ്ക്കണ സാധനം, അതിനങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയണേ, ഞങ്ങൾ തോട്ടാപ്പുഴു എന്നാട്ടോ പറയണേ. പിന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി എല്ലാം എന്നിട്ട് നമ്മൾ ചതച്ചെടുക്കും കേട്ടോ. മുളക്, കുരുമുളക്, നമ്മുടെ കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, അത്രയല്ലേ എടുത്തുള്ളൂ, ഇഞ്ചി, ഇത്ര സംഭവങ്ങളൊക്കെ കൂടി ചതച്ചെടുത്തു. നമ്മൾ എന്നിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയിട്ടാട്ടോ, അല്ലാതെയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയിട്ട് നിറയെ വെള്ളം ഒഴിച്ചു കേട്ടോ. ഇതിപ്പോൾ ഇത്രത്തിന് ഞങ്ങളൊരു 2-2.5 ലിറ്റർ വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. ഈ ചൂട്ടനെ അവിടെ സ്വർണ്ണം കിട്ടുന്ന ഭാഗം എടുത്ത് പുള്ളിയുടെ ഭാഗം അത് ഞിട്ടുകൊണ്ട് നടക്കണേ കാണണേ. പിന്നെ അത് കുറേ നേരം വെച്ച് തിളപ്പിച്ചു കേട്ടോ, മണിക്കൂറുകൾ വെച്ച് തിളപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മണിക്കൂർ മിച്ചം അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഊറ്റിയെടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് ഉണ്ടല്ലോ പുളി ഇട്ടു. അതിന് മുന്നേ ഉണ്ടല്ലോ അതിന് ചെറിയൊരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ്, ഒരു സാധാരണ സൂപ്പ് ഉണ്ടല്ലോ ആ ടേസ്റ്റ് ആയിരുന്നു. പുളി ഇട്ടിട്ട് കഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടല്ലോ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മീനിടുന്നതിന് മുന്നേ ബാക്കിയെല്ലാം പുളിയെല്ലാം ഇട്ടിട്ടുള്ള ടേസ്റ്റ് ഇല്ലേ, അതായിരുന്നു കേട്ടോ. പക്ഷേ അച്ചാച്ചനും അമ്മച്ചി ഏട്ടായും മുക്കുന്ന് കുറേ കഴിച്ചു കേട്ടോ. എല്ലാ സാധനം നടന്ന് പറിച്ച് വെള്ളം തിളപ്പിക്കാൻ സൂപ്പർ അല്ല